നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാവിൻ്റെ ഗുണവും ദോഷവും അതാണല്ലോ നമ്മുടെ വിഷയം. ചെറുപ്പത്തിൽ അക്ഷരം പഠിച്ചു തുടങ്ങിയ കാലത്ത് നമുക്കൊക്കെ ചിത്രങ്ങളുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. ഓരോ വാക്കും പഠിക്കാൻ, അക്ഷരം പഠിക്കാൻ വേണ്ടിയില്ലേ. ആ അമ്മ, ആ ആന, അങ്ങനെ ചിത്രങ്ങളോട് കൂടിയ പുസ്തകങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തെല്ലാം നല്ല പൂക്കളും പക്ഷികളുടെ, മൃഗങ്ങളുടെ എല്ലാം പേര്, അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെ ചെറുപ്പത്തിലേ ഇതെല്ലാം മനസ്സിൽ പതിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേനൽ അവധിക്കാലം, ഇതുപോലെ അവധിക്കാലം വരുമ്പം എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറയുമ്പം ഞാൻ ആദ്യമേ പറയുന്നത് ഏതെങ്കിലും കാടും മലയും പുഴയും പൂക്കളും മൃഗങ്ങളും, ഇങ്ങനെ കാഴ്ചയൊക്കെ നടക്കുമ്പം ദൂരേക്കട മൃഗങ്ങൾ, മാനുകൾ, ആന, കടുവ എല്ലാം പോണ കാണാമല്ലോ ദൂരേക്കട. അപ്പം അങ്ങനെയൊക്കെ കാണാൻ പോകുന്നത്, അതാണ് എൻ്റെ ഇഷ്ടം. ഞാനത് ആദ്യം ചാടി പറയും. അപ്പം മൃഗങ്ങളെ എന്തെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇന്നിപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കാടും ഒക്കെ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പോവില്ല. കാരണം പേടിയാണ്. ഇപ്പം മൃഗങ്ങൾ പറയും എന്താ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണിക്കാമെന്നും പറഞ്ഞ് മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പം അന്ന് ആ ചിത്രപുസ്തകത്തിൽ കണ്ട ചിരിക്കുന്ന മുഖമൊന്നുമല്ല ഈ കടുവയ്ക്കും ആനയ്ക്കും ഒന്നും ഉള്ളതല്ലേ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേരും മാറി. അരിക്കൊമ്പൻ, തണ്ണീർക്കൊമ്പൻ, അതുപോലെ ആളെക്കൊല്ലി, കാട്ടുപന്നി, ഇതൊക്കെയാണ് ഇനി വരുന്ന ആൾക്കാരുടെ പേരുകൾ. അപ്പം നമ്മൾ എല്ലാവരും ടി വിയിലൊക്കെ കണ്ടതാണ്. ആ അരിക്കൊമ്പനെ ഒന്ന് വണ്ടി കയറ്റാൻ പറ്റ പാടുകളിൽ എത്ര ആഴ്ചകൾ നമ്മളിതെല്ലാം കണ്ടതാണ്. അപ്പം ഒരു കാരണവശാലും മെരുങ്ങുന്ന ജീവികളല്ല അതൊന്നും. അപ്പം അതുപോലെ തന്നെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അപ്പം വളർത്തുന്ന മൃഗങ്ങളെ നമുക്കറിയാം, അത് മെരുങ്ങുന്നതാണ്. പക്ഷേ വളർത്തുന്നതിൽ തന്നെ മെരുങ്ങാത്ത ചില പശുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ മൂക്കേറിടും. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ കുതിരയ്ക്ക് കടിഞ്ഞാൺ എന്നൊക്കെ. അപ്പോൾ അതിന് അങ്ങനെ നമ്മളുടെ കൂടെ നമ്മൾ വളർത്തുന്നതാണെങ്കിൽ പോലും മെരുങ്ങാത്തതിന് മൂക്കേറ്, കടിഞ്ഞാണൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ യാക്കോബ് 1:26 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പം മെരുക്കാൻ പറ്റാത്തതിനെ മെരുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ കടിഞ്ഞാണിടണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ പണിയല്ല, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരുത്തൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ എന്നാണ്. അപ്പോൾ അവനവൻ്റെ ജോലിയാണ് അവനവരുടെ നാവിന് കടിഞ്ഞാണിടുക എന്നുള്ളത്. അപ്പോൾ സങ്കീർത്തനം 17:3, സങ്കീർത്തനം 39:1 ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കാം. ഞാൻ വേഗത്തിൽ വായിക്കാം. എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുപോലെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഞാൻ ഉറച്ചിരിക്കുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യില്ല എന്ന്. അതുപോലെ എൻ്റെ വായി കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും എന്നൊക്കെയാണ് ഭക്തൻ പറയുന്നത്. അതുപോലെ തന്നെ ഇയ്യോബ് 31:30 നമ്മൾ വായിക്കുന്നു, അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ പ്രാണനാശം ഇച്ഛിച്ചിട്ട് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഉറച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് സാധിക്കുന്നുള്ളതാണ് ഈ ഭക്തന്മാരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗലാത്യർ 5:22 നമ്മളിങ്ങനെ കാണുന്നു, ഇന്ദ്രിയജയം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇന്ദ്രിയജയം കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ നാവിൻ്റെ ഗുണവും ദോഷം എന്നുള്ള വിഷയം സംബന്ധിച്ച് പഠിച്ചപ്പോൾ ഞാനത് ക്ലാസ് എടുക്കാനുള്ള എളുപ്പത്തിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പോയിൻ്റാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഞാൻ പറയുന്നത് മിണ്ടാതിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത് നാവ് കൊണ്ട് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പിന്നെ നാവ് നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നു, നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ നാവ് നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ നാവിനാൽ വരുന്ന ദോഷങ്ങൾ, ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് എത്രയും വേഗം ഇരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേറെ പുറമേ നിന്ന് യാതൊരു
ഉദാഹരണങ്ങൾ എടുത്തിട്ടില്ല. എല്ലാം വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് വാക്യങ്ങൾ ഞാൻ ഒഴിവാക്കി. ഞാനിത് പഠിച്ചപ്പോൾ ഓർത്ത് വേറൊരു പാപം ദൈവത്തിന് അത്ര പ്രധാനപ്പെട്ടതല്ല ഈ നാവ്. നമ്മൾ അവഗണിക്കുന്ന നാവ് കൊണ്ട് പറയുന്ന കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ പഠിച്ചപ്പോഴത്തേക്കും മുഴുവൻ എവിടെ നോക്കിയാലും നാവിൻ്റെ ദോഷങ്ങളും ശിക്ഷ കിട്ടാൻ പോണതെല്ലാം ആണ് ഇത്. അപ്പം ശിക്ഷകൾ കുറേ ഞാൻ എഴുതി വെച്ച് വായിക്കുന്നുണ്ട്, കുറേ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇല്ല, എൻ്റെ ക്ലാസ് മൊത്തം ഒരു ദുരന്തമായി പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പം നാവ് ഭയങ്കര അപകടകാരിയാണ്. നാവ് നമ്മളെ വളരെ പാപത്തിൽ വീഴ്ചയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ഞാൻ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ കടിഞ്ഞാണിടുക എന്നതുമായി ബന്ധപ്പെട്ട് ചില വേദഭാഗങ്ങളും ചില വ്യക്തികളെയും നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ലാസറിൻ്റെ പെങ്ങൾ മറിയ. മാർത്തയെ അപേക്ഷിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മറിയ സംസാരിക്കുന്നുള്ളൂ. നമ്മൾ മിണ്ടാതിരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മറിയ വളരെ കുറച്ച് അവിടെ സംസാരിക്കുന്നുള്ളൂ. ഒരേ സാഹചര്യവും അനുഭവമാണ്, സഹോദരൻ മരിച്ചുപോയ സാഹചര്യമാണ്. പക്ഷേ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന മറിയ കർത്താവ് വന്നപ്പോൾ ഒരുപാടങ്ങ് സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ മാർത്തയെ പറ്റി നമ്മൾ പിന്നെ കാണുന്നുണ്ട്, ധാരാളം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ മാർത്ത പറയുന്നുണ്ട്. അപ്പം മറിയ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ അമ്മ മറിയയെപ്പറ്റി ചിന്തിച്ചാൽ, ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഗർഭിണിയാകുമെന്ന് പറഞ്ഞ കാര്യം മുതലിങ്ങ് തുടങ്ങിയാൽ പിന്നെ ദേവാലയത്തിൽ ചെന്നപ്പം ശിമയോനും ഹന്നാ പ്രവാചകിയൊക്കെ കുറേ കാര്യങ്ങൾ യേശുവിനെ പറ്റി പറഞ്ഞു. 2-ാം അധ്യായത്തിലുണ്ട് ലൂക്കോസ്. അതുപോലെ തന്നെ ലൂക്കോസ് 4:20-21 നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ ബാലനായിരുന്ന യേശുവിൻ്റെ വാക്കുകൾ എല്ലാവരുടെയും കണ്ണ് യേശുവിൻ്റെ മേൽ ആയി. എല്ലാവരും അവനെ പുകഴ്ത്തി ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അപ്പം നമ്മളുടെ മക്കളെ പറ്റിയാണ് എല്ലാവരുടെയും കണ്ണ് നമ്മുടെ കൊച്ചിൻ്റെ മേലായി അവനെ പുകഴ്ത്തുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പൊങ്ങച്ചം പറയാനുണ്ടല്ലേ. ദൂതൻ വന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായ കൊച്ചാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എൻ്റെ വയറ്റിലുള്ളത്. എങ്ങനെ നോക്കിയാലും മാതാവിൻ്റെ അത്രയും പൊങ്ങച്ചം പറയാൻ പറ്റിയ ഒരു സ്ത്രീ നമുക്ക് വേറെ കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ മിണ്ടാതിരിക്കുന്ന അങ്ങനെയുള്ള ഒരു പൊങ്ങച്ചം പറച്ചിലോ യാതൊന്നും ഇല്ല യേശുവിൻ്റെ അമ്മ മറിയയില്ല. അതുപോലെ തന്നെ ശിമയോൻ ഒരു പ്രവചനം പറഞ്ഞു. അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലായി കാണില്ല, എന്നാലും അതിനകത്തൊരു ദുസ്സൂചന ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൂക്കോസ് 2:35 അത് കാണുന്നത്, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? അയ്യോ അതെന്തായിരിക്കും, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇനി എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ടെൻഷൻ അടിക്കുമോ, പലരോടും ചെന്ന് ചോദിക്കുമോ, പ്രവാചകന്മാരെ അടുത്തോ ആരോടും ഇങ്ങനെ ഭർത്താവിനോടോ ദൈവത്തോടോ അങ്ങനെയൊന്നും ആവലാതി ടെൻഷനൊന്നും നമ്മൾ കാണുന്നില്ല. യേശുവിൻ്റെ അമ്മ മറിയയെക്കുറിച്ച് നമ്മൾ കാണുന്നത്, അവൾ പല കാര്യങ്ങളും മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. ഒരുപാടങ്ങ് സംസാരിക്കാതെ എല്ലാം പലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ശമൂവേൽ 1:8 അവിടെ നമ്മൾ ഹന്നയെ കാണുന്നു. അപ്പോൾ അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നെ നീ എന്തിന് കരയുന്നു, നീ എന്തിന് പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ എത്ര നല്ലൊരു ഭർത്താവാണ്, മറ്റുള്ളവരെക്കാൾ ഇരട്ടി ഓഹരി കൊടുത്ത് വളരെ കെയർ ചെയ്യുന്ന ഭർത്താവാണ്. പക്ഷേ സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാക്കുകൾ പറയുന്നത്. എന്നാൽ ഹന്ന ഭയങ്കരമായിട്ട് പ്രതിയോഗിയാൽ വളരെ വലഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ഇവൾ ഈ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, നീ വ്യസനിക്കേണ്ട, നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരക്ഷരം പോലും അതിന് തിരിച്ച് വഴക്ക് കൂടുകയോ നല്ലതായിട്ടോ ചീത്തയായിട്ടോ ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം എന്താ, അവൾക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അവൾ പിന്നീട് ദൈവസന്നിധിയിൽ ചെന്ന് കരയുന്നതും പറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഹന്ന നല്ലൊരു ഉദാഹരണമാണ് മിണ്ടാതിരിക്കുന്നതിന്. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 37:10-11 വാക്യങ്ങളിൽ യോസഫ് സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നതായിട്ട്. അപ്പോൾ യാക്കോബ് അവനെ ശാസിച്ചു. എന്തിനു വേണ്ടിയാണ്? രംഗം ശാന്തമാക്കാൻ വേണ്ടിയാണ്. കാരണം ഈ സ്വപ്നങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ചേട്ടന്മാർക്ക് അവനോട് അസൂയ ദേഷ്യമാണ്, അപ്പന് ഈ യോസഫിനോടാണ് ഇഷ്ടം കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ മുമ്പിൽ വെച്ച് ഈ യോസഫ് കേമനാകുന്ന പോലെയുള്ള സ്വപ്നത്തെ പറ്റിയൊക്കെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി യാക്കോബ് അവിടെ പറയുന്ന ആ വാക്യത്തിൽ പറയുന്നത്, യാക്കോബ് ഈ കാര്യം തൻ്റെ മനസ്സിൽ സംഗ്രഹിച്ചു എന്നാണ്, തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു യാക്കോബ്.
അതുപോലെ സങ്കീർത്തനം 141:5 നമ്മളിങ്ങനെ കാണുന്നു, ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. അതുപോലെ പുറപ്പാട് 14:14, സങ്കീർത്തനം 46:10 ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. അതുപോലെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ വലിയൊരു യുദ്ധം വരുമ്പം അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പം നമ്മൾ തന്നെ സംസാരിച്ച് ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാതെ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കാൻ നല്ല ഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവം പറഞ്ഞാൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ നമ്മളത് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. അതുപോലെ 1 പത്രോസ് 3:2 നമുക്കെല്ലാം കാണാപ്പാടെ അറിയാവുന്ന കാര്യമാണ്. ഭർത്താക്കന്മാർ വചനം അനുസരിച്ചില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലേ? നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. അവരെ കൊണ്ട് ഗോയറ്റേം എങ്ങനെ എടുപ്പിക്കാം, അവരെ കൊണ്ട് ബൈബിൾ എങ്ങനെ വായിപ്പിക്കാം, അവരെ നേരത്തെ എങ്ങനെ എഴുന്നേൽപ്പിക്കാം എന്നുള്ള ശ്രമങ്ങളാണ്. അവരെ ആത്മീയരാക്കാൻ വേണ്ടി നമ്മുടേലാണ് ദൈവ ഉത്തരവാദിത്വം ഏൽപ്പിച്ചെന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വചനം അനുസരിക്കാത്ത പക്ഷം നമ്മളോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. വചനം കൂടാതെ അവർ നമ്മുടെ നിർമ്മലമായ ഭക്തി കണ്ട് അവർ ചേർന്ന് വരാനിടയാകും. സങ്കീർത്തനം 19:2-3 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അപ്പോൾ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല, പക്ഷേ അറിവ് കൊടുക്കുന്നുണ്ട്, വാക്ക് പൊഴിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരുപാട് സംസാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിച്ച് ഈ ഭാഗം വിടാം. മീഖ 7:5, കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്, നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. അപ്പം ജീവിത പങ്കാളിയോട് പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. മറ്റൊരാളോട് പറഞ്ഞാൽ അത് സ്നേഹം കൊണ്ടും വിധേയത്വം കൊണ്ടും ഭക്തി കൊണ്ടൊക്കെ ഭർത്താവിനോട് പറയാൻ പോയാൽ ചിലപ്പം അതിൻ്റെ സീരിയസ്നെസ് ഓർക്കാതെ ചിലപ്പം അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു പോയാൽ ആ കാര്യം പാട്ടാകും. അതുപോലെ തന്നെ ഭർത്താവ് ഒരു കാര്യം അറിഞ്ഞു നമ്മളോടത് പറയാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല, നീ ഇപ്പോൾ അത് അറിയണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് പിന്നെ കിള്ളി ചോദിച്ച് അറിയാൻ വേണ്ടി പോകരുത്. അറിഞ്ഞാലല്ലേ നമ്മൾ വേറെ ആളോട് പറയുള്ളൂ, അല്ലേ? നമ്മളെല്ലാ കാര്യവും അറിയേണ്ട കാര്യമില്ല, നമ്മളെല്ലാ കാര്യവും അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. എൻ്റെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് അറിഞ്ഞിരിക്കണം, അത് ശരിയാണ്. പക്ഷേ നിങ്ങൾ എന്നോട് പ്രൈവറ്റായിട്ടൊരു കാര്യം എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും ഒരു സങ്കടം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഉടനെ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ഭർത്താവിനോട് അത് പറയേണ്ട കാര്യമല്ല, അത് ഞാൻ എൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കേണ്ട കാര്യമാണ്. നമുക്കിനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. നാവ് കൊണ്ട് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ. ഇയ്യോബ് 36:24 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക, അതിനെക്കുറിച്ചല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത്. അപ്പം നമുക്ക് സങ്കീർത്തനം 35 എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. അപ്പം നമുക്ക് ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മഹിമാധിക്യത്തിനൊത്തവണ്ണം ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, നമുക്ക് പാട്ടുകൾ പാടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് സ്റ്റേജിൽ നിന്ന് പാടാൻ ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ, എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉള്ള സ്റ്റേജെല്ലാം കയറി പാടിയേനെ. കർത്താവിന് ദൈവം കഴിവ് തന്നില്ലല്ലോ, കർത്താവ് തരാത്തോണ്ടല്ലേ ഞാൻ പാടിയേനെ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പാടിയിടുന്നുണ്ട്. അപ്പം അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അത്രയും കഴിവില്ലായിരിക്കും. പക്ഷെ നമുക്ക് ഉള്ള കഴിവ് വെച്ച് നമുക്ക് ദൈവം ചെയ്തു തന്ന നന്മകളെ ഓർത്ത് അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് ഓർത്ത് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? ദിവസത്തിൽ ഉണരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കാറുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കർത്താവിനെ മഹിമപ്പെടുത്തുക എന്നുള്ളത്. പാടി ആരാധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നാവ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. രണ്ടാമത് നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ, 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോളണം. വചനം വായിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. രണ്ടാമത് സങ്കീർത്തനം 22:31 വാക്യം, അവർ വന്ന് ജനിപ്പാനിരിക്കുന്ന ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും.
അപ്പോൾ ഒരു സന്തതി എന്നെ സേവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ അവൻ നിവർത്തിച്ചിരിക്കുന്നു, യേശുക്രിസ്തു നിവർത്തിച്ചിരിക്കുന്നു, സകല മനുഷ്യൻ്റെയും പാപത്തിന് മോചനത്തിനായിട്ടുള്ള പ്രായശ്ചിത്ത ബലിയായി യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ യാഗമർപ്പിച്ചു. ആ കാര്യം നമുക്ക് എല്ലാ മനുഷ്യരോടും പറയേണ്ട ആവശ്യമുണ്ട്. അതായത് സുവിശേഷം അറിയിക്കുക, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചൊരു ഭാരമുണ്ടായിട്ട് സുവിശേഷം പറയുക എന്നുള്ളതാണ് നമുക്ക് നാവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വലിയ കാര്യം. ഏറ്റവും വലിയ കാര്യം അത്, ഏറ്റവും ഭിന്നത്തെ കാര്യം ഇതെന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പറയാനുള്ള സൗകര്യത്തിന് മാത്രം ഒന്ന് രണ്ടും നെട്ടുന്നുള്ളൂ. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാണോ സുവിശേഷം പറയുകയാണോ അങ്ങനെയൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നാവുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. പിന്നെ സങ്കീർത്തനം 44-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയിച്ചത്, അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. അപ്പോൾ ഇവിടെ പറയുന്നത് പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. അപ്പോൾ ദൈവം ചെയ്ത കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ തലമുറകളോട് അറിയിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സുവിശേഷം പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടണം നമ്മുടെ മക്കൾ, തലമുറകളെല്ലാം, അത് വേറെ. ദൈവം ആരാണ്, ദൈവം എത്ര ഉന്നതനാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര മഹിമയുള്ളതാണ്, നമ്മുടെ ദൈവത്തിന് തുല്യനായിട്ട് വേറെ ആരുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മക്കളോട് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. സങ്കീർത്തനം 78-ന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഇത് തന്നെയാണ് പറയുന്നത്. അതുപോലെ ജ്ഞാപകങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇതെന്ത് എന്ന് ഭാവിയിൽ തലമുറകൾ ചോദിക്കുമ്പോൾ അത് ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞ് നമ്മളുടെ സന്തതികളും വരും തലമുറയൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ രക്ഷയെപ്പറ്റിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും കാര്യങ്ങളെല്ലാം സൺഡേ സ്കൂൾ തലത്തിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ പറയും അതൊക്കെ അവർ പണ്ടേ പഠിച്ചതാണ്, എല്ലാം എൻ്റെ പിള്ളേർക്ക് അറിയാമെന്ന് പറയും അല്ലേ. അവർ പണ്ടേ പഠിക്കുകയും ചെയ്തു, അവർ പണ്ടേ മറക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരൊരു ടീനേജൊക്കെ ആകുമ്പം അല്ലെ കോളേജിലേക്കൊക്കെ പോകുമ്പം ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മുസ്ലിം ആകാൻ പോകും, കുറേ പേര് നിരീശ്വരവാദത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാവുകൊണ്ട് നമ്മൾ വേണ്ട വിധത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുകയോ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് വിവരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും ബിസിയാണ്. നമുക്ക് പിള്ളേരോട് എന്നാ വിശേഷം, സുഖാണോ എന്ന് ചോദിക്കാൻ പോലും നേരമല്ലേ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ വർണ്ണിക്കാൻ പോണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ സ്ഥിതി. അപ്പം നമുക്ക് നാവ് കൊണ്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പറയേണ്ട കാര്യം ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച്, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കണം. പ്രാർത്ഥന അടുത്തത്. കർത്താവിനെ ക്രൂശീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിനെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ചാൾ മുമ്പ് ഒരു പെൺകുട്ടി വന്നു കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട്. അവൾ പേരൻസുമായിട്ട് വളരെ അകൽച്ചയിലാണ്, ആത്മീയ കാര്യങ്ങളും താല്പര്യമില്ല, ഇപ്പം വന്ന് കുടുംബ പ്രാർത്ഥനയ്ക്കും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥന ഒരു ബൈബിൾ ക്ലാസ്സാണ്, ഞാൻ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ള പഠിപ്പിക്കലാണ് പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ വരുന്നത് മുഴുവൻ. അപ്പം അമ്മ ഇങ്ങനെ ക്ലാസ് എടുക്കും പോലെ പറഞ്ഞു. എനിക്കത് കേട്ട് ബോറടിച്ചു. ദൈവം കേൾക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കണേ, എന്നെ ഉപദേശിക്കുകയാണ് പ്രാർത്ഥനാ സമയത്ത്. അതുകൊണ്ട് ഞാനിപ്പം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് മാറ്റങ്ങളെല്ലാം, രൂപാന്തരം എല്ലാം വരേണ്ടത് വീട്ടിലുള്ള മറ്റുള്ളവർക്കാണ്, മക്കൾക്ക്, ഭർത്താവിനൊക്കെയാണ് മാറ്റം വരുന്നുണ്ട്. അല്ലാതെ എനിക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, നമുക്ക് ഈ ചട്ടിയും കലവും അടിയും വാരും ഒക്കെ ആയിട്ട് നടക്കുമല്ല, അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല. പിന്നെ നമ്മളങ്ങ് പാപം ചെയ്യാൻ നേരമുണ്ടോ? നമുക്ക് പാപം ചെയ്യാൻ പോലും നേരം കിട്ടണില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യും? നമുക്ക് പിന്നെ എന്താ മാറ്റം വരേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഒരു അപ്പൻ എൻ്റെ മകളെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറക്കാതെ കൂട്ടിലിട്ട് കിളിയെ വളർത്തുന്ന പോലെ വളർത്തി. അദ്ദേഹത്തിന് ടെൻഷനാണ്, എങ്ങനെയെങ്കിലും ഇവളെ ഒരു നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു വിടണം, എന്നാലേ എൻ്റെ കർത്തവ്യം തീരുള്ളൂ, പിന്നെ എന്നാൽ സമാധാനമാവും. അങ്ങനെ ബന്ധുക്കളോട് ബന്ധമില്ല, അയൽവക്കത്തുള്ളവരോടും ഉണ്ടാകാൻ സമ്മതിക്കില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഇരുത്തി വളർത്തുവാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ പെങ്കൊച്ചിനെ കാണാനില്ല.
അവൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പം എല്ലാവരും ഓർത്തു ഇതെങ്ങനെ സംഭവിച്ചു. അപ്പം നോക്കിയപ്പം കാരണം എന്താ, അവളെ കൂട്ടിൽ അടച്ചിട്ട കിളിയാണെങ്കിലും അവളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോൺ ഉള്ളപ്പം കൂട്ടിൽ അടച്ചിട്ട കിളിക്ക് ഏത് നാട്ടിൽക്കൂടെയും പറന്ന് കിടക്കാൻ പറ്റും അല്ലേ, മുറിക്കാതിരുന്നുകൊണ്ട് തന്നെ ഏത് നാട്ടിലും ചെല്ലാൻ പറ്റും. അങ്ങനെ ചാറ്റിങ് വഴി കണ്ടുപിടിച്ച ഒരുത്തൻ്റെ കൂടെ അവൾ പോയി. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങുന്നില്ല, പക്ഷേ നമ്മുടെ കസ്റ്റഡിയിൽ നമ്മുടെ നാക്കുള്ളിടത്തോളം നമ്മൾ പാപം ചെയ്യാൻ വേണ്ടി വേറെ പരിപാടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാക്ക് നമ്മുടെ വായിലുള്ളിടത്തോളം പാപത്തിനുള്ള എല്ലാ സാധ്യതയും എപ്പോഴും ഉണ്ട്. പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി എന്നാണ് പറഞ്ഞല്ലേ. ആദ്യം ആരെ പറ്റിയാ? ആദ്യം മക്കളെപ്പറ്റി പ്രാർത്ഥിക്കാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങളെയും ആദ്യം പറഞ്ഞു. അപ്പം നമ്മളെപ്പറ്റി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾക്ക് മാനസാന്തരം വരേണ്ട കാര്യങ്ങൾ ഒന്നാമത് നമുക്ക് അത് കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏറ്റു പറയുന്നത്. എന്നാലും മക്കൾക്കൊരു ഇതാവും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മക്കൾ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അവരുടെ മുമ്പിൽ നിന്ന് ഏറ്റു പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പാപബോധം ഉണ്ടാവും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. അപ്പം ആദ്യം നമ്മളെക്കുറിച്ച് നമ്മൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അടുത്തത് ദയയുള്ള ഉപദേശം. സദൃശവാക്യങ്ങൾ 31 സാമർത്ഥ്യമുള്ള സ്ത്രീയുടെ ഒരു ഗുണമായിട്ട് ദയയുള്ള ഉപദേശം നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസ് 2:43 പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. 3 നാൾ കഴിഞ്ഞാണ് പിന്നെ കണ്ടുമുട്ടുന്നത് അല്ലേ. അപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ ചോദിക്കുന്നുണ്ട് വാക്യം 48, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തെരഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളാണ് എത്ര സമാധാനത്തിനൊന്നും പറയില്ല. 3 ദിവസത്തെ ടെൻഷൻ മുഴുവൻ ആ കൊച്ചിൻ്റെ പുറത്തേക്ക് ഇടും അല്ലേ. അടിയും പിടിയും ബഹളവും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അത് ഓരോരുത്തരുടെ ഇത് അനുസരിച്ചിരിക്കും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ആത്മസംയമനം അനുസരിച്ചിരിക്കും പെരുമാറ്റങ്ങളല്ലേ. പിന്നെ ചിലരാണെങ്കിൽ അവിടെ യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഉപദേഷ്ടാക്കന്മാരെയും കുറച്ച് വഴക്ക് പറയും. കാരണം ഇവരിത്രയും പ്രായമുള്ള മനുഷ്യർ ഈ കൊച്ചു എവിടെ നിന്ന് വന്നാണ്, ഇതിൻ്റെ ആരും അപ്പനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, ഇത്രയും സമയമായിട്ട് അവർ പോലും ചോദിച്ചില്ല. അപ്പോൾ അവരോട് 2 എണ്ണം പറയാന്നുള്ളത് നീതിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും അവിടെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ വാക്കുകൾ, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തെന്ന് ഒരു തനിക്കുള്ള ദുഃഖവും ആ ടെൻഷൻ അടിച്ചതിൻ്റെ വിഷമമൊക്കെ പറഞ്ഞറിയിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരാതി സങ്കടമൊക്കെ ആണെങ്കിലും ആ അവതരിപ്പിച്ച രീതിക്കൊരു വ്യത്യാസവും മര്യാദയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നാവും കൊണ്ട് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് പ്രത്യാശയുടെ വാക്കുകൾ പറയാന്നുള്ളത്. പ്രത്യാശയുടെ വാക്കുകൾ പറയുക. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പരിശോധനകളും പ്രതിസന്ധികളൊക്കെ വരും. നമ്മൾ ദൈവമക്കളാണെന്ന് പറഞ്ഞ് ഇതിൽ നിന്നൊന്നും ഒഴിവില്ല. അപ്പോൾ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പ്രത്യാശ നിറഞ്ഞ വാക്കുകളായിരിക്കണം. മീഖ 7:7 ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. അപ്പം വിശ്വാസവും പ്രത്യാശയൊക്കെ നിറഞ്ഞ വാക്കുകളാണ് ഏത് പ്രതിസന്ധിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വായി കൊണ്ട് നമുക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കറിയാവുന്നതാണ്. സഭയുടെ ഐക്യത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഊമന് വേണ്ടി വായി തുറക്കാം. മൃദുവായ വാക്കുകൾ കൊണ്ട് കോപം ശമിപ്പിക്കാം. മറ്റുള്ളവരെ തണുപ്പിക്കാം, ആശ്വസിപ്പിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാവും കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് 3-ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. നാവ് നമ്മളെ തന്നെ വെളിപ്പെടുത്തുന്നു. നമ്മൾ ആരാണെന്നുള്ളത് നാവ് നമുക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ നമ്മൾ അസുഖമൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നാക്ക് നീട്ടാൻ പറഞ്ഞു അല്ലേ. നാക്ക് നീട്ടി കാണിച്ച് കഴിയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും എന്തെങ്കിലും അസുഖമുണ്ടോ, വയറ്റിൽ അസുഖമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഡോക്ടർക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാവ് അഥവാ നമ്മുടെ സംസാരം കേട്ടാൽ നമ്മൾ ആരാന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. മാർത്തയുടെ സംസാരത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. രോഗിയായിരുന്നപ്പോൾ യേശു വന്നിരുന്നെങ്കിൽ സൗഖ്യമാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം വന്നിട്ട് തന്നെ പ്രയോജനമുള്ള ഒരു കാര്യവുമില്ല അല്ലേ. അപ്പം രോഗസൗഖ്യം അതിലപ്പുറമൊന്നും യേശുവിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത. അപ്പം തന്നെ കർത്താവ് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പം മാർത്ത പറയാണ് എനിക്കറിയാം, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. അതുപോലെ തന്നെ കല്ല് മാറ്റാൻ പറഞ്ഞു.
കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി 4 നാളായല്ലോ എന്ന് പറയുന്നു. അപ്പം ഇതേ സാഹചര്യമാണ് മറിയയ്ക്കുണ്ടായിരുന്നത്, നമ്മൾ കണ്ടു. മറിയ പക്ഷേ ഇതൊന്നും പറയുന്നില്ല. ഈ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ മുഴുവൻ വരുന്നതായിട്ട് നമുക്ക് സാധിക്കും മാർത്തയിൽ നിന്ന്. അപ്പം മാർത്തയുടെ ഈ വാക്കുകളിൽ നിന്ന്, ഈ നാവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ദൈവത്തെ അവൾ വേണ്ട വിധത്തിൽ വിശ്വസിക്കുന്നില്ല, കർത്താവ് ആരാണെന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളുടെ വാക്കുകളും ഇതോട് ചേർത്ത് വെച്ച് നോക്കാം, നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. യേശുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ എമ്മൗസിലേക്ക് പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് 24:21 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അപ്പം അവരങ്ങനെ ആശിച്ചിരുന്നു. പക്ഷെ എന്ത് പറ്റി? എല്ലാവരും കൂടെ ക്രൂശിച്ച് കൊന്നു കളഞ്ഞു. ഞങ്ങളോർത്തു ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വന്നാന്നോർത്തൊക്കെയാണ് പുറകെ നടന്നതെന്ന്. അതുപോലെ തന്നെ പിന്നെ പറയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറഞ്ഞ് ചില സ്ത്രീകൾ വന്ന് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. കണ്ടോ, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടും വിശ്വാസം വരുന്നില്ല. കർത്താവ് അവരോട് പറഞ്ഞാൽ ഉയർത്തെഴുന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട സ്ത്രീകൾ വന്ന് പറഞ്ഞപ്പോൾ അവർ ഭ്രമിച്ചു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കർത്താവിൻ്റെ വാക്കുകളെ അവർ അത്രയ്ക്കേ വിലക്കെടുത്തുള്ളൂ. അവരാശയറ്റവരായി പോയി, അവർക്ക് വിശ്വാസം കുറവായിരുന്നു. അപ്പോൾ കർത്താവ് അവർ വിളിക്കുന്നുണ്ട് മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളോ അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇച്ചിരി മിണ്ടാതെ ശ്രദ്ധിച്ചാൽ മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ കേൾക്കാം. കർത്താവ് നമ്മളെ എന്ത് പേരാ വിളിക്കുന്ന, അവിശ്വാസി എന്നോ അങ്ങനെയൊക്കെ വിളിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വിളികൾ വേണ്ടെങ്കിൽ നമ്മുടെ വായിലെ വാക്ക് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആരാന്നുള്ളത് നമ്മുടെ നാവ് വെളിപ്പെടുത്തും. അടുത്തത് ഇയ്യോബ് പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വന്നെങ്കിലും ഇയ്യോബ് പറയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അപ്പോൾ ദൈവം എന്നെ കൊല്ലാനും ജീവിപ്പിക്കാനെല്ലാം അധികാരമുള്ള ആളാണ്, വേറെ ദൈവവും ഇല്ല. അതുകൊണ്ട് എന്നെ കൊന്നാലും ഞാൻ ഈ ദൈവത്തെ വിട്ട് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും ദൈവം ആരാണ്, ഏകനാണെന്നുള്ള കാര്യം എല്ലാം വളരെ ബോധ്യത്തോടെ നിന്നാണ് ഇയ്യോബ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇയ്യോബിനെ വെളിപ്പെടുത്തുന്നു. അതുപോലെ യോസഫിൻ്റെ സഹോദരന്മാരെ പറ്റി പറയുന്നു. ഉൽപ്പത്തി 37:4, 8, 9 വാക്യങ്ങളിൽ അവർക്ക് യോസഫിനോട് സമാധാനമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ജിൻസു രാവിലെ പറഞ്ഞു, നമ്മളുടെ മനസ്സ് നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ. ദേഷ്യവും പകയും വെറുപ്പും അസൂയയും അങ്ങനെ ഒക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ സമാധാനമായി സംസാരിക്കാത്ത ആൾക്കാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അവരുടെ ഉള്ളിൽ പല സംഗതികളും നിറഞ്ഞു നിൽക്കുകയാണ്. യോസഫിൻ്റെ സഹോദരന്മാരുടെ ഉള്ളിൽ അസൂയ നിറഞ്ഞു നിൽക്കുമായിരുന്നു അല്ലേ. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് നടക്കുന്നു, അമ്മായിയമ്മ അതവിടെ ചുമ്മാ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മാത്രം കഷ്ടപ്പെടാൻ, അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ പല ദേഷ്യവും അസൂയയോ പല കാര്യങ്ങൾ വരും. അപ്പം നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ സാധിക്കാത്ത സ്ഥിതി വരും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ സങ്കീർത്തനം 144:7, 8, 11 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അവരുടെ വായി ഭോഷ്ക് സംസാരിക്കുന്നു. കണ്ട, അവിടെ പ്രത്യേകം 2 പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്യജാതിക്കാരുടെ വായി ഭോഷ്ക് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഭോഷ്ക് അല്ലെങ്കിൽ നുണ എന്നുള്ളത് ദൈവമക്കൾക്ക് ചേർന്നിട്ടുള്ള കാര്യമല്ല, അത് അന്യജാതിക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പറ്റി എന്താ പറയുന്നത്? നമ്മൾ വിശുദ്ധ ജാതി അല്ലേ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ശ്രേഷ്ഠ ജാതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഭോഷ്ക് യോജിച്ചതല്ല, അത് അന്യജാതിക്കാർക്ക്, ദൈവത്തെ അറിയാത്തവർക്കും ഉള്ളതാണ് ഭോഷ്ക്. അപ്പോൾ ഭോഷ്ക് പറയുന്നവർ ദൈവത്തോട് എത്രത്തോളമാണ് ചേർന്ന് നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. സദൃശവാക്യങ്ങൾ 7:10-11 വാക്യങ്ങളിൽ നമ്മൾ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവിടെ ഏറിയ ഇമ്പ് വാക്കുകളും വശീകരിക്കുന്ന അധരമാധുര്യവുമുള്ള സ്ത്രീ, ഹൃദയത്തിൽ ഉപായമുള്ളവൾ, മോഹപരവശ, തന്നിഷ്ടക്കാരി. അപ്പോൾ അവളുടെ പ്രത്യേകത, മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ലജ്ജ കൂടാതെ പറയുന്നവളാണ് ഈ സ്ത്രീ. അപ്പം മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന എന്തുകൊണ്ട്? അത് ലജ്ജാകരമായ മോശമായ കാര്യമാണ്, അതുകൊണ്ട് മറ്റുള്ളവർ മാന്യരായിട്ടുള്ളവർ പറയില്ല. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ്? അവളെ പറ്റിയുള്ള വിശേഷണങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്.
അതുപോലെ തന്നെ സദൃശവാക്യം 9:13 അവളെ ഭോഷത്വമായവളെന്ന് വിളിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളൊരു വീട്ടിൽ സുവിശേഷം പറയാനല്ല, ഞങ്ങളൊരു സഹോദരിയുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഭർത്താവൊക്കെ അവിശ്വാസിയാണ്. അങ്ങനെ സംസാരിക്കാൻ ചെന്നിരുന്നപ്പോൾ ഭർത്താവും വന്നിരുന്നു. എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആ ഭർത്താവ് പറഞ്ഞു. ഉടനെ ആ സഹോദരി ചാടി ഒരു മോശം വാക്ക് പറഞ്ഞു, നമ്മുടെ ഡിക്ഷണറിയിലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു വാക്ക്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുവാണല്ലോ എന്നുള്ള ബോധം വന്നത്. അപ്പം അവർ പറഞ്ഞു, എൻ്റെ സഹോദര, ഈ പുള്ളി എപ്പോഴും ഇങ്ങനെ ചൊറിയുന്ന വർത്താനേ പറയുള്ളൂ. ഞാനന്നേരം അങ്ങ് പറഞ്ഞു, ഞങ്ങളിങ്ങനെയൊക്കെ പറയാറുണ്ട്, അല്ല സത്യസന്ധയായിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ അത് ചൊറിയുന്ന അത് ഈ പറഞ്ഞ സൗകര്യയുടെ കുഴപ്പമല്ല, ഭർത്താവ് ചൊറിയുന്ന വർത്താനം പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് കുറ്റമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യപ്പെട്ടാൽ, കോപിച്ചാൽ പാപം ചെയ്യരുതെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ കോപം വരും നമ്മളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ പാപം ചെയ്യാൻ അനുവാദമില്ല. ഇപ്പം തോന്നുന്ന വാക്കുകൾ വിളിച്ചു പറഞ്ഞും വേണ്ടതിനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. അതെൻ്റെ ഹോർമോൺ ചേഞ്ച് കൊണ്ട് പറ്റിയതാണ്, പീരീഡ്സ് ആയിട്ട് ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ വൈറ്റമിൻ D3 കുറവാണ് അല്ലേ, നമ്മുടെയൊക്കെ പ്രായത്തിൽ എന്താ ഹോട്ട് ഫ്ലാഷസ്, അങ്ങനെയൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ കാരണം അങ്ങനെ എന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയി. മനുഷ്യരല്ലേ എന്നാണ് പറഞ്ഞത്. നമുക്ക് ന്യായമുണ്ട്, നമ്മൾ ചെയ്യുന്ന ഏത് പാപത്തിനും നമുക്ക് ന്യായമുണ്ട്. പക്ഷേ അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകുന്ന കാര്യമല്ല. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കും. നമുക്ക് കോപം വരും, നമ്മുടെ സാഹചര്യം കൊണ്ട് കോപം വരും. പക്ഷേ പാപം ചെയ്യാൻ ഒരു കാരണവശാലും ദൈവം അനുവദിക്കുന്നില്ല. അപ്പം ഇങ്ങനെ മോശമായ സംസാര രീതികളുള്ള ഒരു സ്ത്രീക്ക് സുവിശേഷം പറയാൻ പറ്റുമോ ഭർത്താവിനോട്? ഇങ്ങനെ മോശം വാക്ക് പറഞ്ഞിട്ട് സുവിശേഷം പിന്നെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ സഹോദരിയുടെ സഭയിലേക്ക് ഇനി വരാൻ പറയാൻ പറ്റുമോ? നമ്മൾ പുള്ളിയോട് സുവിശേഷം പറയാൻ പോയാൽ പുള്ളി എന്ത് ചോദിക്കും? നിങ്ങളുടെ സഭയിൽ എന്നാ പഠിപ്പിക്കണേ, ഇവളിങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്, നിങ്ങളുടെ സഭയിൽ വന്നിട്ടൊക്കെ ഒരു മാറ്റവും വന്നില്ല, പിന്നെ ഞാനെന്തിനാ ഈ പുറകെ അങ്ങോട്ട് വരുന്നത്? ഇവിടെ നിന്നാലും അവിടെ നിന്നാലും ഒരു മാറ്റവും ഇല്ല, പിന്നെ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്ന് അവർ പറയും. അപ്പം അത് നമ്മളാരാണെന്നുള്ളത് നമ്മുടെ വാക്ക് വെളിപ്പെടുത്തുന്നു. അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. പിന്നെ എനിക്കെപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്. ഹോശയ 7:13-14 വാക്യങ്ങൾ, അതുപോലെ സങ്കീർത്തനം 78:36 വായിക്കുമ്പം അവിടെ ഇങ്ങനെ കാണുന്നു, അവർ ദൈവത്തോട് ഭോഷ്ക് സംസാരിക്കുന്നു. അതുപോലെ അടുത്ത വാക്യത്തിൽ, എങ്കിലും അവർ വായ് കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവ് കൊണ്ട് അവനോട് ഭോഷ്ക് പറയും. ദൈവത്തോട് ഭോഷ്ക് പറയുന്നു, ദൈവത്തോട് വ്യാജം സംസാരിക്കുക. ദൈവത്തോട് വ്യാജം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം എന്നെപ്പോലെയുള്ളവരോടൊക്കെ പറഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കുമായിരിക്കും, അവർ പറയുന്നത് കേട്ട് ചിലപ്പം നേരാന്ന് ഓർക്കും, നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷെ ദൈവം ആരാണ്? നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ആളാണ് ദൈവം. ദൈവം അറിയാതെ ഒരു വാക്കും എൻ്റെ നാവുമേലില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഭോഷ്ക് പറഞ്ഞ് ദൈവത്തെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ ഭോഷത്വം അവരാരാന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കേണ്ട. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള വാസ്തവമായ കാര്യമാണ്. ഇപ്പോൾ കർത്താവിനെ അനേക സ്ത്രീകൾ അനുഗമിച്ചു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള സ്ത്രീകൾ വന്നു. മാന്യ സ്ത്രീകളിൽ നിന്ന് എടുത്തും പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ അനുഗമിച്ച സ്ത്രീകളിൽ മാന്യ സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നോളും, കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കിയ സ്ത്രീയും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ആ 7 ഭൂതമായിട്ട് ഇങ്ങ് വരുമല്ല ചെയ്തത്, അല്ലേ? അല്ലെങ്കിൽ ആ പാപ സ്വഭാവങ്ങളെല്ലാം ആയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ ചെയ്തത്. യേശു ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി അവരെ ശുദ്ധീകരിച്ചു. ഇല്ല, ദൈവമക്കളായി കർത്താവിനെ വിശ്വസിച്ച് അവർ വേർപെട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ നമ്മുടെ സഭയിലേക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വേർപാടൊന്നുമില്ല. വായിൽ വരുന്ന ഭോഷ്ക് പറയും, മോശം വാക്കുകൾ പറയും, നുണ പറയും, എല്ലാം പറഞ്ഞ് വന്നിരിക്കും. സ്നാനപ്പെടുകയും ചെയ്തു, സഭായോഗം മുടക്കില്ല, കർത്തൃമേശയൊക്കെ എടുക്കും, അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവുമില്ല, വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കും വ്യത്യാസമില്ല. അപ്പം അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. യാക്കോബ് പറയുന്ന പോലെ ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ? അങ്ങനെ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുകയും അതേസമയം സഹോദരങ്ങളെ ശപിക്കുകയും ചെയ്യുന്നവർ, മുഖസ്തുതിയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവർ, കർത്തൃമേശ അയോഗ്യമായി ഇതെല്ലാം ചെയ്തിട്ട് കർത്തൃമേശ അയോഗ്യമായി പങ്കെടുത്തു കഴിഞ്ഞാൽ ഉള്ള ശിക്ഷാവിധി നമുക്കറിയാം, അല്ലേ? പലരും രോഗികളായിത്തീരും, ബലഹീനരായിത്തീരും, പലരും നിദ്ര കൊള്ളും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ അവഗണിച്ചാണ് ഈ കൂട്ടരിങ്ങനെ
സഭയിൽ വന്നിരുന്ന് എല്ലാം വേണ്ടാതീനെല്ലാം ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും, കർത്തൃമേശ എടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ എത്ര ദോഷമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, കാട്ടൊലിവിനെ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിച്ച് നല്ല ഫലം കായ്ക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നാട്ടൊലിവിനോട് ഒട്ടിച്ചിട്ടും പിന്നെയും കാട്ടൊലിവിൻ്റെ ഫലം കായ്ക്കുന്നെങ്കിൽ വെട്ടി ഒട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കാട്ടൊലിവായിട്ട് അവിടെ നിന്നാൽ പോരായിരുന്നു. അപ്പം ദൈവം നമ്മളെ ഇങ്ങനെ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള അവസരം കർത്താവ് നമുക്ക് തരുവാണ്. അപ്പോൾ കർത്താവിൻ്റെ കുരിശ് മരണത്തിൽ നമ്മളുടെ പാപങ്ങൾക്ക് മോചനമുണ്ടെന്ന് വിശ്വസിച്ച് നമ്മളുടെ എല്ലാ പാപ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാന്യ സ്ത്രീകളായിട്ട് വേണം നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ. നമ്മൾ ഇന്നലെ കേട്ടു, വയലിൽ നല്ല വിത്തിൻ്റെ ഒപ്പം കളകളും ഒന്നിച്ചു വരും. അപ്പോൾ അവസാനം കളകളെ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഭയിലുള്ള ആ സഹോദരൻ അങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യും. ആ സഹോദരൻ ചിലപ്പോൾ കളയായിരിക്കും. കളയെ നമ്മൾ അനുകരിക്കേണ്ട കാര്യമില്ല. കളയെ ലാസ്റ്റ് കൂട്ടി കത്തിക്കാനുള്ളതാണ് സഭയെന്ന് കർത്താവ് പുറത്താക്കും. അപ്പോൾ മറ്റുള്ളവർ ദോഷം ചെയ്യുന്നത് കണ്ട് നമ്മൾ അതിനെ അനുഗമിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പറ്റില്ല. നമ്മൾ കർത്താവിനെയാണ് നോക്കേണ്ടത്. മറ്റുള്ളവർ കളയായിരിക്കും, നല്ലതായിരിക്കും, അവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ദൈവം അവരെ വിധിച്ചോളും. ഈ കളകളെ ലോകാവസാനത്തിലൊന്നുമല്ല കൂട്ടി വെച്ച് കത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ സഭയിലൊക്കെ വന്നിരുന്ന് തെറ്റ് ചെയ്യുന്നവരെ കഴിഞ്ഞ് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒന്നുമല്ല ന്യായം വിധിക്കുന്നത്. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. സദൃശവാക്യങ്ങൾ 11:31, അതുപോലെ സങ്കീർത്തനം 58:10-11. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. അപ്പം ഭൂമിയിൽ തന്നെയുണ്ട് ന്യായവിധി. അതുപോലെ സങ്കീർത്തനം 58:10-11 ഇങ്ങനെ പറയുന്നു, നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. അപ്പം നമ്മളുടെ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിനുള്ള പ്രതിഫലം നമുക്കിവിടെ തന്നെ കിട്ടിയിരിക്കും. അത് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ കേട്ടതാണ്, വിധേയം കൊയ്ത്തിൽ നമ്മൾ കേട്ടത് കാര്യമാണ്. ഇനി നാലാമതായിട്ട് അവസാനമായിട്ടും നാവിന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഉള്ള ദോഷങ്ങൾ നമുക്ക് പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. യോസഫിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. യോസഫ് സ്വപ്നക്കാരനാണ് അല്ലേ, സ്വപ്നം കാണുവാണ്. സഹോദരന്മാരെക്കാളൊക്കെ ഉയർന്ന ലെവലിലേക്ക് പോണതായിട്ടൊക്കെ സ്വപ്നം കാണും. അപ്പം അദ്ദേഹം അത് മനസ്സിൽ സംഗ്രഹിക്കാനൊന്നും പറ്റില്ല, അത് അപ്പം തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി, സഹോദരന്മാർക്ക് ദേഷ്യവും അസൂയയും ഒക്കെ കൂടി. എങ്ങനെയാലും ഇവൻ്റെ സ്വപ്നം പൊളിക്കണം എന്നുള്ള ചിന്തയാണ് അവർക്ക് പിന്നെയുള്ളത്. അപ്പം പിന്നീട് അവർ ആടിനെ മേയ്ക്കുന്ന അന്വേഷിക്കാൻ അപ്പം വിടുമ്പം ഈ ജോസഫിനെ ദൂരേന്ന് കാണുമ്പോൾ സഹോദരന്മാർ പറയുന്നുണ്ട്, അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക, അവൻ്റെ സ്വപ്നം എന്താവുമെന്ന് കാണാമല്ലോ എന്ന് പറയുന്നു. കണ്ടോ? അപ്പം അസൂയയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെന്ന് വിളമ്പിക്കഴിഞ്ഞാൽ അവർ അന്നാ കാണിച്ചു തരാം, അത് എങ്ങനെയും പൊളിക്കാനുള്ള പരിപാടികൾ നോക്കും. അപ്പം നമ്മുടെ സഭകളിലൊക്കെ കല്യാണമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പലരും ഭയങ്കര രഹസ്യമായിട്ട് സൂക്ഷിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ഇതുപോലെ ഇനി എങ്ങാനും മാറിപ്പോയാൽ നാണക്കേടാണ്, അത് ശരിയാണ്. പിന്നെ അതിനേക്കാൾ അപ്പുറം വിശ്വാസമില്ല, പാര വെക്കുവോ, വിശ്വാസികൾ സഭയിലുള്ളവരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പാര വെക്കുവോ, കല്യാണം മുടക്കി കളയുമോ എന്നുള്ള ചിന്തയൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഈ ജോസഫിൻ്റെ കാര്യത്തിൽ അതൊരു വാസ്തവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉടനടി എല്ലാവരെയും അറിയിക്കേണ്ട കാര്യങ്ങളില്ല, നമ്മൾ നാവിന് കടിഞ്ഞാണിടേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് വന്ന ദോഷം എന്താണെന്ന് നോക്കാം. ഇയ്യോബിന് ശരീരത്തിലുണ്ടായ കഷ്ടം ഒഴിച്ച് ബാക്കി സകല കഷ്ടങ്ങളും ഇയ്യോബിനോട് ചേർന്ന് അനുഭവിച്ച വ്യക്തിയാണ് ഇയ്യോബിൻ്റെ ഭാര്യ അല്ലേ. അപ്പം ഈ ഇയ്യോബിന് ശരീരത്തിൽ ഇത്ര മാത്രം ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ കണ്ട് മടുത്തിട്ടാണ് അവർ ദൈവത്തെ തള്ളി പറയാൻ അങ്ങ് മടുത്തിട്ട് പറഞ്ഞു പോയതല്ലേ. ഞാൻ ഇയ്യോബിൻ്റെ ഭാര്യയെ കുറ്റം പറയാറില്ല, കാരണം അവരുടെ ഒരു അവസ്ഥ അതുപോലെ ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്. നമുക്കൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ, അങ്ങനെ വരാതെ തന്നെ നമ്മൾ ദൈവത്തെ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സഹോദരി അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി ഒറ്റ പ്രാവശ്യം. അപ്പോൾ പക്ഷേ എന്തു പറ്റി, ഇയ്യോബിനുള്ളൊരു മഹത്വമില്ല ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് അല്ലേ. പ്രഭ അങ്ങ് മങ്ങിപ്പോയി. ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞു, ദൈവത്തെ തള്ളിപ്പറഞ്ഞു, മരിക്കാൻ പറഞ്ഞു, ആ ഒറ്റ കാര്യമുള്ളൂ. അതല്ലാതെ അതുവരെ ഇയ്യോബിനോടൊപ്പം ചേർന്ന് നിന്ന് കഷ്ടങ്ങളെല്ലാം സഹിച്ചുമിണ്ടായിരുന്നു, അതൊന്നും ആരും ശ്രദ്ധിക്കണില്ല. ആ ഒറ്റ വാക്കേൽ തൂങ്ങി എല്ലാവരും അവരെ മോശക്കാരിയാക്കി പറയാൻ ശ്രമിക്കാറുണ്ട്.
അപ്പം ഞാനിങ്ങനെ ഓർക്കും, ആ ഒറ്റ ഡയലോഗ് അന്നേരം പറയാതിരുന്നായിരുന്നെങ്കിലോ, അല്ലേ? അന്നേരം കൂടെ ഒന്ന് നാവിനെ സൂക്ഷിച്ചായിരുന്നെങ്കിൽ ഇയ്യോബിനെ പോലെ തന്നെ പ്രഭയോടെ നിൽക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും വാഴ്ത്തി മഹത്വീകരിച്ചൊക്കെ പറഞ്ഞേനെ. അപ്പം നാക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ എന്നാൽ പോലും അത് നമുക്ക് വളരെ ദോഷവും നഷ്ടവും വരുത്തും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സേരശ്, ഹാമാൻ്റെ ഭാര്യ, മൊർദെഖായിക്ക് വേണ്ടി 50 മുഴം ഉയരമുള്ള കഴുമരം ഉണ്ടാക്കാൻ പറഞ്ഞു. ഈ ഭാര്യയുടെ പേര് ഇങ്ങനെയുള്ള കാര്യത്തിന് മാത്രമേ അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ശത്രുവിന് വേണ്ടി 50 മുഴം ഉയരമുള്ള കഴുമരം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ജയിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ ഭർത്താവിനെ തന്നെ അതിൽ തൂക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ സഭാപ്രസംഗി 5:6-7 വാക്യങ്ങൾ, അബദ്ധവശാലും മറ്റും പറയുന്ന വാക്കുകൾ നിമിത്തം ദൈവം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം നശിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുന്നുണ്ട്. അബദ്ധവശാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകും. ഇയ്യോബിൻ്റെ ഭാര്യയെ അബദ്ധവശാൽ പറഞ്ഞു പോയതായിരിക്കാം. അപ്പം നമ്മൾ അബദ്ധവശാലാണെങ്കിലും പറയുന്ന വാക്കുകൾ നിമിത്തം നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പം മറ്റേ സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും, ഡിലീറ്റ് ആയിപ്പോയി, ചെയ്ത കാര്യങ്ങൾ ടൈപ്പ് ചെയ്തൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അതുപോലെ അല്ലെങ്കിൽ മൈനസ് മാർക്ക്, അല്ലേ? മൈനസ് മാർക്ക് വന്നുപോയി. ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷേ പോയി, അതില്ല പിന്നെ. അപ്പം സ്വർഗത്തിൽ ചെന്നാലും പ്രതിഫലമില്ല, ഇവിടെയും പ്രതിഫലമില്ല. കാരണം എന്താ? നമ്മളുടെ വാക്ക് നിമിത്തം നമ്മൾ ചെയ്ത പല നല്ല കാര്യങ്ങളും ഇല്ലാതെ ആയിപ്പോയി. ദൈവം അതിനെ നശിപ്പിച്ചു കളഞ്ഞു നമുക്കുള്ള ശിക്ഷയായിട്ട്. സങ്കീർത്തനം 5:6 ഇങ്ങനെ പറയുന്നു, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും, രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. സങ്കീർത്തനം 50 ഇനി കുറച്ച് വാക്യങ്ങൾ ഓടിച്ച് വായിച്ചിട്ട് ഞാൻ നിർത്തുവാണ്. കുറേ വാക്യം എഴുതിയെല്ലാം വെട്ടിക്കളഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സങ്കീർത്തനം 5:6, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും, രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഇതെല്ലാം ഇവിടെ വായിക്കാൻ കാരണം വിശ്വാസികളുടെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് വായിച്ചു വിടാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നാവിൻ്റെ ഗുണവും ദോഷമാണ് വിഷയം. അപ്പോൾ പിന്നെ നാവിൻ കൊണ്ട് വരുന്ന ദോഷങ്ങൾ പറയാതെ ക്ലാസ് നിർത്താൻ പറ്റുന്നില്ല. സങ്കീർത്തനം 50:21-22, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, അല്ലെങ്കിൽ സഹോദരന് എതിരെ വിരോധമായിട്ട് ദോഷം പറയുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോ ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പോൾ സഭയിലാണ്, വിശ്വാസിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദരിമാർക്കും ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ദൈവം നമുക്കെതിരായി നമ്മളെ കീറിക്കളയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് നമ്മളുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. സങ്കീർത്തനം 78:20, ഇവിടെ നമുക്ക് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കാണാം. അവൻ പാറയെ അടിച്ചു. സങ്കീർത്തനം 78:20, അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു, യാക്കോബിൻ്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിൻ്റെ നേരെ കോപവും പൊങ്ങി. അപ്പം ഇപ്പം അവർക്ക് വെള്ളം കൊടുത്തു, പാറയെ അടിച്ചു. പാറയിൽ നിന്ന് വെള്ളം വരിക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അത് ചെയ്തു, അവർ വെള്ളം കുടിച്ചതാണ് സത്യം. എന്നാൽ ഇനി അപ്പം തരാൻ പറ്റുമോ? ഇത്രയും വലിയ കാര്യം ചെയ്ത് അനുഭവിച്ചിട്ട് അവർ പിന്നെയും ചോദിക്കാം, അത് തരാൻ പറ്റുമോ, ഇത് തരാൻ പറ്റുമോ? ഇന്നും നമ്മളിങ്ങനെ തന്നെയാണ്. ഒരു ഭയങ്കര വിഷയത്തിൽ ദൈവം നമ്മളെ രക്ഷിച്ചു. നമ്മൾ പാടിയില്ലേ, ചെങ്കടൽ കടത്തിയല്ല ഇപ്പുറത്ത് കടത്തി, എന്നിട്ടും നമ്മൾ പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു, യാക്കോബിൻ്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിൻ്റെ നേരെ കോപവും പൊങ്ങി എന്നാണ് കാണുന്നത്. അപ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ ശക്തിയെ ഒന്നും നമ്മൾ പരിധി വെച്ച് കുറച്ച് കാണാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ കോപത്തിന് കാരണമാകും. യിരെമ്യാവ് 9:7-8, അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു? അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായ് കൊണ്ട് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, ദൈവം നോട്ട് ചെയ്ത് ഒരു കാര്യം പോലും ദൈവത്തിന് മറിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ അതിന് ദൈവം നമ്മളെ സന്ദർശിക്കും, പകരം ചെയ്യും എന്നാണ് ദൈവം പറയുന്നത്.
സങ്കീർത്തനം 140:11 വാവിഷ്ഠാനക്കാരൻ എന്ന് പറഞ്ഞാൽ പരദൂഷണം, മറ്റുള്ളവരെ കുറിച്ച് പരുക്കനായിട്ടും മോശമായിട്ടും ഒക്കെ സംസാരിക്കുന്ന ആള്. വാവിഷ്ഠാനക്കാരൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. സാഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂലനാശം വരുത്തും. സദൃശവാക്യം 6:16 വ്യാജമുള്ള നാവ് യഹോവ വെറുക്കുന്നു. അതുപോലെ തന്നെ ദൈവം വെറുക്കുന്ന മറ്റൊരു കാര്യമാണ് ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി. കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഇനി അവസാനമായിട്ട് ഇതിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഈ ഭാഗത്തുനിന്ന് ഞാൻ വിടുവാണ്. സങ്കീർത്തനം 16 നമ്മളിങ്ങനെ വായിക്കുന്നു: അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. അപ്പം അന്യദേവന്മാരെ കൈക്കൊള്ളുക. ഇപ്പം അന്യദേവന്മാരെ കൈക്കൊണ്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ആളുകൾ ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഓരോരോ വാക്കുകൾ, അന്യദേവന്മാരുടെ വാക്കുകൾ ആ സിനിമാ നടന്മാരൊക്കെ പറയുന്ന കേട്ടോണ്ട് ഇങ്ങനെ പറയും. എൻ്റെ എന്നാരെ എന്നും പറഞ്ഞിട്ടൊക്കെ ഓരോ വാക്ക് പറയും, അന്യദേവന്മാരുടെ പേരുകൾ പറഞ്ഞ്. അതൊരു തമാശയായിട്ട് അതിനെപ്പറ്റി ഒന്നും കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പം അന്യദൈവങ്ങളുടെ നാമം എൻ്റെ നാവിന്മേൽ എടുക്കുകയില്ല, അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്ഥിതി എന്താണ്? നമ്മളുടെ നാവ് ഇതിലേതെങ്കിലും കൂട്ടത്തിൽ പെടുവോ? നമ്മളിതിൽ ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് അനർത്ഥം വരുമോ? ദൈവത്തിൻ്റെ ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞോ? ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പം ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ലാസ്റ്റ് തീരാറായി ക്ലാസ്. അപ്പം നമ്മളോർക്കും പലരും പല തെറ്റുകളും ചെയ്യുന്നു, ശരിയായിട്ടൊന്നുമല്ല അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് ദൈവം എന്തുകൊണ്ടാണ് അവരെ ശിക്ഷിക്കാത്തത്? അല്ലെ, നമ്മളങ്ങനെ നമുക്ക് ചിലരോട് ഭയങ്കര ദേഷ്യം വരും, പക്ഷേ ദൈവം അവരെ ഒന്നും ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിൻ്റെ തലയിലൊക്കെ തൈലം പൂശി, മറിയേം തൈലം പൂശി അല്ലേ. അപ്പം അവിടെ ഒരാൾ പറഞ്ഞു, ഈ വെറും ചെലവ് എന്തിന്? ഇത് വിറ്റ് ഭയങ്കര വിലയുള്ള, അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, ദൈവവചനത്തിലുണ്ടല്ലോ ദരിദ്രരെ ഓർത്ത് കൊള്ളണം അല്ലേ. ദരിദ്രർക്ക് കൊടുക്കുന്നതാണോ ചുമ്മാ അങ്ങ് ഒഴിച്ച് കളയുന്നതാണോ നല്ല കാര്യം? നമ്മൾ നോക്കുമ്പോൾ ദരിദ്രർക്ക് കൊടുക്കുമായിരുന്നു നല്ലത്. പക്ഷേ കർത്താവിനോട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് അതിന് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അപ്പം കർത്താവ് അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവരെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ കാണുന്ന ഏതൊരു കുറ്റത്തിനും അതിനൊരു മറുവശമുണ്ട്. ഏതൊരു വ്യക്തിയും ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അതിനൊരു മറുവശമുണ്ട്. നമ്മൾ ഒരു വശം മാത്രം കണ്ടിട്ടാണ് വിധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ദൈവം എന്തുകൊണ്ടാണ് പലരെയും ശിക്ഷിക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാം. അതുപോലെ തന്നെ ശിഷ്യന്മാർ കുട്ടികളെയും കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ശിഷ്യന്മാർ തടഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ശിഷ്യന്മാർ നോക്കുമ്പം ഗുരു മടുത്ത് വിശ്രമിക്കാനിരിക്കുക. നമുക്കറിയാം, നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് മടുത്തിരിക്കുമ്പോൾ പിള്ളേരൊക്കെ ആരെങ്കിലും നോക്കുവാണെങ്കിൽ വലിയ ഉപകാരം. പിള്ളേരൊന്നും നമ്മുടെ അടുത്തേക്ക് വരാതെ നമുക്കൊരു 5 മിനിറ്റ് വിശ്രമിക്കണമെങ്കിൽ പിള്ളേർ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വെച്ചായിരിക്കും ശിഷ്യന്മാർ പറഞ്ഞു യേശുവിൻ്റെ അടുത്തേക്ക് പിള്ളേരെ വിടാതെ നോക്കി. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് നേരെ തിരിച്ചാ പറയുന്നത്, അവരെ എൻ്റെ അടുത്തേക്ക് വിടാൻ. കണ്ടോ? അപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതിക്കല്ല കർത്താവ് ചിന്തിക്കുന്നത്. അപ്പം പിന്നെ എങ്ങനെ കർത്താവ് ശിക്ഷ കൊടുക്കണം? നമ്മൾ ഓരോരുത്തരെ ശിക്ഷിക്കണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും, അവരത് ചെയ്തു, അവരങ്ങനെ ചെയ്തു തെറ്റ്. അപ്പം കർത്താവ് കാണുന്നത് അവരുടെ വേറൊരു സൈഡാണ്. അവരെ ഉയർത്താനും അനുഗ്രഹിക്കാനും പറ്റിയ വേറൊരു സൈഡ് കർത്താവ് അവിടെ കാണുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പരീശൻ്റെ പ്രാർത്ഥനയിൽ നമ്മളെപ്പോലെ പരീശൻ പറയുന്നു, ഞാൻ അങ്ങനെ കേമനാണ്, മിടുക്കനാണ്, ദേ നിൽക്കുന്ന അവനെ പോലെയൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് ദൈവം കണ്ടത് വേറൊരു കാര്യമാണ്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമ്മളുടെ സംസാരങ്ങൾ നമുക്ക് ചുരുക്കാം. ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ചുരുക്കിയിട്ട് ദൈവസന്നിധിയിൽ നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ, അതുപോലെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്കതിന് കൃപ തരും. അപ്പം നമ്മൾ ചിന്തിച്ച 4 കാര്യങ്ങളാണ്. ഒന്നാമത് മിണ്ടാതിരിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് നാവ് കൊണ്ട് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പമായിട്ട് ചിന്തിച്ചു. മൂന്നാമത് നാവ് നമ്മളെ തന്നെ വെളിപ്പെടുത്തി തരും, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി തരുമെന്ന് നമ്മൾ ചിന്തിച്ചു. 4 നാവിനാൽ വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു. ഇത് ഈ 4 പോയിന്റും പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവവചനത്തിൽ ഇനിയും ധാരാളം വാക്യങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കും, സൗരി ആ വാക്യം പറഞ്ഞില്ലല്ലോ, ഈ വാക്യം പറഞ്ഞില്ലോ. എനിക്കിതാ വിഷയം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരോടൊക്കെ പറഞ്ഞു, പലരും ഈ കുറേ വാക്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു, അത് പറഞ്ഞു ഇത് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ പറയാൻ പോയാൽ ഇന്നൊന്നും ക്ലാസ് തീരില്ല. അപ്പം ഞാൻ കുറേ വെട്ടിക്കളഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ.
4 പോയിന്റിൽ നിന്നും ഞാൻ പലതും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാം നാവ് വളരെ ദോഷമുള്ളതാണ്, എന്നാൽ വളരെ പ്രയോജനമുള്ളതുമാണ്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രയോജനമുള്ളവരായി, സഭയ്ക്ക് പ്രയോജനമുള്ളവരായി ജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടു.